ഞാൻ ആക്ച്വലി അഭിനയിക്കാനൊക്കെ ആയിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അല്ല, സീരിയസ്ലി ഭയങ്കര സിനിമ അഭിനയ മോഹവും ഒക്കെ ആയിട്ട് ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഇപ്പം കല്യാണം കഴിക്കുന്ന സമയത്തും ഒക്കെ ഞങ്ങൾ കല്യാണം ഇപ്പം 9 വർഷമാകുന്നു. അപ്പോൾ ആ സമയങ്ങളിലും ഒക്കെ അഭിനയം ഞാനോട് പറയുന്നത് ഞാൻ ആക്ടർ ആവും എന്നാണ് ഉള്ളു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴൊന്നും സംവിധാനമോ എഴുത്തോ ഒന്നും ഞങ്ങളുടെ ഒന്നും വഴികളിൽ പോലും ഇല്ല. അപ്പം അങ്ങനെ ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഒന്നും നടക്കുന്നില്ല. ലൈഫ് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക കല്യാണം കഴിക്കുന്ന സമയത്ത്. ഇവള് ക്യാരിയിങ് ആയി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത് ജോലി റിസൈൻ ചെയ്യാമെന്ന്. അപ്പം ഞാനോട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു ലൈഫിലൊരു ഹാപ്പിനെസ് ഒന്നും കിട്ടുന്നില്ല, ഭയങ്കര ഭയങ്കര നമ്മളിനി ഈ എൻ്റെ ഡ്രീം സിനിമയിലെത്തുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അപ്പം ഞാൻ ആ സമയത്തൊക്കെ ഇങ്ങനെ ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അഭിനയിച്ചിട്ടുള്ളതാണെങ്കിൽ ഇവള് പുച്ഛിക്കും, കൊള്ളില്ല അഭിനയിക്കാൻ, ഭയങ്കര ആർട്ടിഫിഷ്യലാണ്, ഭയങ്കര ഡ്രാമയാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പതിയെ ഇതെൻ്റെ കപ്പ് ഓഫ് ടീ അല്ല എന്ന് ഞാൻ പതിയെ, കാരണം നമ്മൾ ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ നാടകം മികച്ച നടൻ എന്നൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ തലയിൽ കയറിയിട്ട് ഞാൻ അടുത്ത മോഹൻലാൽ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം പക്ഷെ അത് പതിയെ പൊളിഞ്ഞു തുടങ്ങി. പക്ഷെ എനിക്ക് സിനിമയിലെത്തണം, സിനിമയിൽ എങ്ങനെയെങ്കിലൊക്കെ ഭാഗമാകണം എന്ന് പറയുന്ന ഒരു ഭയങ്കരമായൊരു വാശി അല്ലെങ്കിൽ ഡ്രീം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് പിന്നെ എനിക്ക് എങ്ങനെ സിനിമയിൽ എത്താൻ പറ്റും. അപ്പം എന്നാൽ പിന്നെ ഡയറക്ടർ ആയാലോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു 4 വർഷത്തെ ഒരു കല്യാണം കഴിഞ്ഞ് 3 വർഷമൊക്കെ ആയപ്പോഴത്തേക്കാണ് അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്. ഈ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, തിരക്കഥകൾ വായിക്കാറുണ്ട്. അപ്പോൾ ഒരു റൈറ്റിങ്ങിൻ്റെ നമ്മളൊരു നല്ല ഓഡിയൻ ആയാൽ മതി, നല്ലൊരു സ്ക്രീൻ പ്ലേ മനസ്സിലാക്കാനായിട്ട്. പിന്നെ അത് നമ്മുടെ മനസ്സിലുള്ള സിനിമ എഴുതി ഒരു മനുഷ്യനെ എനിക്ക് പരിചയമില്ല ഇൻഡസ്ട്രിയിൽ. അപ്പം എൻ്റെ വീട് വൈക്കമാണ്, എൻ്റെ വീട്. അപ്പം വൈക്കത്ത് ഒരു വൈറ്റ് ഗേറ്റ് റെസിഡൻസി എന്നും പറഞ്ഞൊരു ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അവരാണ് ഈ പറയുന്ന, എനിക്ക് അവർ പരിചയമൊന്നുമില്ല, അവരാണ് ഈ കുപ്രസിദ്ധ ബൈ എന്ന് പറഞ്ഞ സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഒരു പത്മ ഉദയ്, TS ഉദയൻ, അവർ ദുബായ് സെറ്റിൽഡാണ്. അപ്പോൾ അവർ സിനിമകളൊക്കെ ചെയ്യാൻ, അപ്പം നമ്മൾ അച്ഛനോട് പറയും ഒന്ന് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ, ഇങ്ങനെ നമ്മൾ വൈക്കത്തുള്ളതല്ലേ, അപ്പോൾ അപ്പം ഈ TS ഉദയൻ എന്ന് പറഞ്ഞ ആൾ ഒരു ഓണം സമയത്ത് ഇങ്ങനെ ദുബായിൽ നിന്ന് നാട്ടിൽ വന്ന, അപ്പം ഓണം സമയമാണ്. അപ്പം ഞാനും അച്ഛനും കൂടി സ്കൂട്ടറിലാണ് ഈ കഥ പറയാൻ. അപ്പം ഞങ്ങൾ രണ്ടുകൂടെ ആ ഹോട്ടലിൽ വതക്കിപ്പോയി ഇങ്ങനെ തരുൺമൂർത്തി ഇങ്ങനെ ഒരു കഥ പറയാനാണെന്ന്. അപ്പം ഇതിൻ്റെ ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം ഈ TS ഉദയൻ എന്ന് പറഞ്ഞ ആൾ വൈക്കത്തമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. അപ്പം ആ സമയത്താണ് ഞാൻ വന്ന് നിൽക്കുന്നത്. അപ്പം പുള്ളി ഇപ്പോഴും പറയാറുണ്ട്, ഞാൻ വൈക്കത്തമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് എൻ്റെ അടുക്കൽ ഒരു കഥ പറയാനൊരിടത്തും വന്നു, അതുകൊണ്ട് ഞാൻ ഈ കഥ കേൾക്കും. ഭഗവാന്റെ ദൃശ്യാട്ടോ. അപ്പം എന്തൊക്കെ പറഞ്ഞു, ഓക്കെ ഞാൻ കേൾക്കാൻ പോകാൻ, നമുക്ക് ചതയത്തിൻ്റെ അന്ന് കേൾക്കാം, ഞാൻ ഇന്നിപ്പോൾ തിരുവോണമൊക്കെ അല്ലേ, ഞാനൊന്ന് വീട്ടുകാരെ ഒരു അമ്പലത്തിൽ പോകണം എന്നൊക്കെ ഞാൻ കേട്ട അതിന് അവിടെ നിന്ന് വണ്ടി എടുത്ത് അച്ഛനുമായിട്ട് തിരിച്ച് വീട്ടിലെത്തി. സമയവും ചോദിച്ചില്ല, എവിടെ വെച്ചാൽ കാണേണ്ടതെന്നും ചോദിച്ചു. വെപ്രാളത്തെ അവിടെ ചെന്നപ്പോഴത്തേക്കും അയ്യോ ഇത് ചോദിച്ചില്ലല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ അമ്പലത്തിലേക്ക് പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നേരെ വണ്ടി എടുത്ത് നേരെ അമ്പലത്തിലോട്ട് പോയി. അപ്പം ഞാൻ അമ്പലത്തിലേക്ക് തപ്പി പുള്ളി നടയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ സൈഡിൽ കൂടി ഇങ്ങനെ അറ്റത്ത് നാളെ ഞാൻ എപ്പോഴും സാർ ഞാൻ നാളെ എപ്പോഴാണ് പറയേണ്ടത്. അപ്പം പുള്ളി നോക്കും വീണ്ടും ദൈവൻ. അപ്പം വീണ്ടും നടയുടെ മുന്നിൽ ഒരാൾ വന്ന് കഥയും ചോദിച്ച് അല്ലെങ്കിൽ സമയവും ചോദിച്ചു, മോനെ നമുക്ക് ചതയത്തിൻ്റെ അന്ന് 10 മണിയാകുമ്പോൾ കേൾക്കാം. അപ്പം പുള്ളി ഉറപ്പിച്ചു ഇത് കഥ മോശമാണെങ്കിലും ഇത് കൊള്ളില്ല എന്നുണ്ടെങ്കിലും ഇവൻ വൈക്കത്തമ്പൻ്റെ മുമ്പിൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് ഒരുത്തൻ കഥ അങ്ങനെയാണ് ചതയത്തിൽ നിന്ന് പോയി. അപ്പം പുള്ളി ഓൾറെഡി എനിക്ക് ഉറപ്പാണ് അന്ന് വീട്ടിൽ നിന്ന് വന്നപ്പോഴേ ഇത് പ്രിപ്പയർഡ് ആയിരുന്നു. ഇവൻ എന്ത് മോശം കഥയാണ് പറഞ്ഞെങ്കിലും ഞാൻ ഇവനോട് ഇവന്റെ സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം ഞാനിങ്ങനെ പോയി കഥയൊക്കെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് വെപ്രാളമൊക്കെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ആദ്യമായിട്ട് ലൈഫിലൊരു ഡിസിഷൻ പോയിന്റ് ആണല്ലോ. അപ്പം എങ്ങനെയെങ്കിലും ഒരു ഓവർ പ്രഷർ ഉണ്ടായിരുന്നു. ആ പ്രഷർ പറഞ്ഞാൽ അങ്ങനെ പ്രോപ്പറായിട്ടൊന്നും പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കണത്. പക്ഷെ അത് കഴിയുമ്പോൾ പുള്ളി പറഞ്ഞു നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറയും. അപ്പം എന്നോട് ഏതാ ആക്ടർ അറിയില്ല, ഏതാ ക്യാമറമാൻ അറിയില്ല, ഒന്നും അറിയില്ല സാർ. പക്ഷെ എനിക്കൊരു നല്ല ടീം ഞാൻ സെറ്റ് ചെയ്ത് ഞാനിത് ഷൂട്ട് ചെയ്ത് തരും സാറിന്. ഞാൻ എന്തായാലും ഒരു അണ്ടർഡോഗിനെ പോലെയാണ് ഇപ്പം നിൽക്കുന്നത്. നമുക്ക് ഈ അണ്ടർഡോഗുകളായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ അതേ ഫയറൽ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ടല്ലോ അവരെ പിക്ക് ചെയ്യാം. അങ്ങനെയാണ് ബാലുവിനെ പിക്ക് ചെയ്യുന്നത്, ലുക്മാനെ പിക്ക് ചെയ്യുന്നത്, ബിനു പപ്പുവിനെ പിക്ക്, അങ്ങനെ ഒരു ഫയറുള്ള അല്ലെങ്കിൽ ലൈഫിൽ ഞങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടെന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കുറേ ഇർഷാദിനെ കിട്ടി, അലക്സാണ്ടർ പ്രശാന്തിനെ കിട്ടി, മമിത ബൈജു ആദ്യമായിട്ട് നായികയായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പ് വന്ന് ചേർന്നു. ടെക്നീഷ്യൻസ് എല്ലാവരും പുതിയ ആളുകൾ, ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ആ പ്രൊഡക്ഷൻ ടീം തന്നു. അതങ്ങനെ ഒരു ഫെബ്രുവരി 12 ആ സിനിമ ഇറങ്ങുമ്പോഴും
ആ സിനിമയ്ക്ക് യാതൊരുവിധ ഹോപ്പുകളും ഇല്ല. ഇവൻ അതിൻ്റെ നല്ല ട്രെയിലർ ഉണ്ടാകുന്ന കുറേ സിനിപ്പൈൽസുകൾ ഇങ്ങനെ അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു, അത് നല്ല സിനിമയായിരിക്കും. പക്ഷേ ബാക്കി ഒരു കോമൺ ഓഡിയൻസിനൊന്നും ഒരു രീതിയിലും പ്രതീക്ഷയില്ലാത്തൊരു സിനിമയായിരുന്നു അത്. ഫെബ്രുവരി 12 റിലീസായി കഴിഞ്ഞപ്പോൾ ഉച്ചയോടുകൂടി വരാൻ തുടങ്ങിയ കോൾസ്, അതേ സിനിമയുടെ മാജിക് അതാണ്. ഈ ഒരു പരിചയമില്ലാത്ത മനുഷ്യർ, മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറുകൾ ഒക്കെ വിളിക്കുന്നു. അത് ഒരു 80 ഡേയ്സ് തിയേറ്ററിൽ ഓടി. അപ്പം സെക്കൻഡ് ലോക്ക്ഡൗൺ വന്നു. അപ്പോൾ ഒരു 100 അടിക്കും നിന്നില്ല, അത് 80 അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് ആ ലോക്ക്ഡൗൺ വന്നത് C5 വീണ്ടും അത് OTT-ൽ. അതോടി വേറെ അന്യനാട്ടിൽ നിന്ന് വിളിക്കുന്നു. ബാക്കിയുള്ള ശരിക്കും നമ്മുടെ ആ ഒരു സ്ട്രഗിളിന്റെ ഒരു സക്സസ് അല്ലേ, നമ്മൾ ആ ഒരു സന്തോഷം കിട്ടിയ Ali's Kitchen. Let's cook with love.